അതെങ്ങനെയാണ്? അത് ഓരോ കാലത്തിൻ്റെയും മൂർത്തമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നയരൂപീകരണം ഉണ്ടാവുക. ഈ കണ്ണട മാറ്റാറായെന്ന് വിചാരമല്ലോ ഉണ്ടോ നിങ്ങൾക്ക്? 3 മാസം മുമ്പല്ലേ ഇത് മാറ്റിയത്? അവർ കുറഞ്ഞു. ഒരു കോണ്ടാക്ട് ലെൻസ് വാങ്ങിത്തരാൻ തോന്നിയില്ലല്ലോ. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പൊതുവിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യതിചലനം ഉണ്ടാകാതെ അതാത് സന്ദർഭങ്ങളിലെ കോൺക്രീറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലെ കോൺക്രീറ്റ് ആയിട്ടുള്ള സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുക. നേരായാലോ നീ കിടന്ന് ഉണ്ടാൻ തുടങ്ങിയിട്ട്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? കമ്പ്യൂട്ടറുകൾ കൊണ്ടുവന്ന കാലത്ത് തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തു. മതിയാ, അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല, എന്നിട്ടാകാം കമ്പ്യൂട്ടർ തൊലയട്ടെ. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് കമ്പ്യൂട്ടറുകൾ ഒരു അനിവാര്യതയായി മാറി. ലോകം വളർന്നു കഴിഞ്ഞപ്പോ പാർട്ടി പഴയ തീരുമാനങ്ങളിൽ നിന്ന് അല്പസ്വല്പം മാറിയെങ്കിലും വ്യക്തിപരമായി ഞാൻ കമ്പ്യൂട്ടറിനെതിരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് കമ്പ്യൂട്ടറുകൾ ഒരു അനിവാര്യതയായി മാറി. ലോകം വളർന്നു കഴിഞ്ഞപ്പോ എന്ത് എങ്ങനെ ഇപ്പൊ അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയൂ. മനസ്സിലാക്കി കളഞ്ഞല്ല. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. നവലിബറൽ നയങ്ങളുടെ എത്രയോ പതിറ്റാണ്ടുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. 90കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ചതാണ്. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? അപ്പോൾ അതിവേഗതയിൽ ഈ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം മാത്രം മാറി നിൽക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടമുണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? ഇനി എന്നെ പറ്റിച്ചാലിന്റെ വിധം മാറും. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ. അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.